ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 4 ആണ്. ഡേ 4 നമ്മുടെ വിശാഖമാണല്ലോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വിശാഖം ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് പുറത്ത് പോകണം. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകണം. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പിംഗ് കാര്യങ്ങൾ നടക്കുമെന്ന് അറിയില്ല, മഴയുണ്ട്. പിന്നെ മെയിൻ നമുക്ക് കൊറിയർ എടുക്കാൻ പോകണം, അതാണ്. അപ്പോൾ അത് എടുക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ വേറെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ എന്തായാലും ഇത്രയും ദിവസം, ഈ 4 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വീഡിയോസ് വരുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സമയം, നമ്മുടെ കറക്റ്റ് സമയത്ത് ഞാൻ 6 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചിലതൊക്കെ കവർ ചെയ്തെടുത്ത് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിറ്റോസായിരിക്കും. അപ്പം ഇന്ന് വിശാഖത്തിൻ്റെ വരുന്നത് ചിലപ്പം അനിഴത്തിൻ്റെ അന്നായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയായിരിക്കും ഞാൻ വീഡിയോസ് ഇടുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ കാണാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞതാണെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആരുമല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടും ലാഗ് ചെയ്യിക്കൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഒരുങ്ങി റെഡിയായി പോകാൻ വേണ്ടി നിൽക്കും. അടുത്ത മഴയ്ക്ക് മുമ്പ് വേണം കൊറിയർ സെൻ്ററിൽ പോയി കൊറിയറൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം തൊടുപുഴയിലൊക്കെ എത്തിയിട്ടുണ്ട്. കൊറിയർ സെൻ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊറിയർ സെൻറ്ററിലെത്തി കൊറിയറൊക്കെ ഒപ്പിട്ട് മേടിച്ചു. കൊറിയർ എന്നതാണെന്നുള്ളത് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് പോയി കാണുക. എന്നിട്ട് നമ്മളിത് ഇതുപോലൊരു മേളയിൽ കയറി നമുക്ക് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ നോക്കാൻ വേണ്ടി, ഓണമൊക്കെ അല്ലേ വരുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ പോയതാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്നതാണ് നമ്മുടെ തൊടുപുഴയിൽ. അപ്പം എൻ്റെ വീട് തൊടുപുഴയിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഐറ്റംസ്, നമ്മുടെ കിച്ചൺ ഐറ്റംസ്, അതുപോലെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ തോർത്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ക്ലീനിങ്, അങ്ങനെ ഒരുപാട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ ഓണ സീസണൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് ഉള്ള കടകളൊക്കെ ഒരുപാട് വരും. നമുക്കെല്ലാം ഒരു സ്ഥലത്ത് തന്നെ കിട്ടും. അതുപോലെ തന്നെ പ്രൈസും കുറവാണ്. നോക്കിയിട്ട് പ്രൈസ് കുറവാണ്. ഞങ്ങൾ മേടിച്ചപ്പോൾ പ്രൈസ് ഭയങ്കര കുറവൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഓരോന്ന് തപ്പിപ്പറക്കി എടുക്കാൻ എങ്ങനെയാണ്. ഇപ്പം ഞാൻ തുടങ്ങിയുള്ളതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒരു ഇത് കണ്ടോ, നമ്മുടെ ഫ്ലവർ വോയിസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 100 സ്റ്റാർട്ട് ചെയ്യുന്നത്, 99 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ ഐറ്റംസും നമ്മുടെ ക്ലീനിങ് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇതാട്ടോ ഞാൻ പറഞ്ഞ കട. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കടയിൽ കുറച്ച് സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ കടയിൽ പോയിട്ട് അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്. അപ്പോൾ ഞാനവിടെ വെറുതെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ അതും ഇതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് ജ്യൂസ് കൊണ്ടുത്തന്നു. നമ്മുടെ ആപ്പിൾ ഫീസ് കൊണ്ടുത്തന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പണ്ട് ഈ സാധനം ഇഷ്ടമല്ലായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നത് അത്ര നല്ലതല്ല, പക്ഷേ എല്ലപ്പോഴൊക്കെ കുടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ അതും കുടിച്ചു കേട്ടോ. ഇനി എന്താ പ്രത്യേകിച്ച് പരിപാടി എന്നുള്ള നമ്മുടെ സാധനങ്ങൾ, ഇത് നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്തൊക്കെയാണ്. ഈ സാധനം മേടിച്ചിട്ട് നമ്മൾ സ്ഥിരം ഈ കടയിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങണത്. അങ്ങനെ വീട്ടിലോട്ട് പോയി. പിന്നെ കുറച്ച് നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ കിടന്നൊക്കെ ഉറങ്ങി. വൈകുന്നേരമായപ്പോൾ ചായ കുടിച്ചു. ചായക്ക് കടിയായിട്ട് നമ്മുടെ പുട്ടുണ്ടായിരുന്നു, രാവിലത്തെ പുട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ സിനിമ കാണായിരുന്നു. നമ്മുടെ പുതിയ ദിലീപിൻ്റെ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടിരുന്നു. അങ്ങനെയൊക്കെ സിനിമ പകുതിയോളം എത്തി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ചോറിന് നമുക്ക് പരിപ്പ് കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തോരനുണ്ടായിരുന്നു. ഇതിൻ്റെ മലയാളം ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാമെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.